ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഇന്ന് വായിക്കുന്ന വചനം യെശയ്യാ 9:2. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. യെശയ്യാ 9:2. ക്രിസ്തു ജനിച്ചപ്പോഴും ഈ ദൈവദൂതന്മാർ ആലപിച്ച ആ സ്തോത്രഗീതത്തിലും ഇതൊക്കെ തന്നെയാണ് പ്രതിപാദിച്ചിരുന്നതെന്ന് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഈ സമയത്ത് ഇന്ന് അതിമനോഹരമായൊരു ദിവസമായിരുന്നു. ഞാനപ്പോൾ കാലത്ത് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് ഒരു കൺഫെഷനൊക്കെ ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പോയി സമയമുണ്ടാക്കി ഒരുങ്ങി വല്ലാർപാടം പള്ളിയിലാണ് പോയത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ അച്ഛന്മാർ ഉണ്ടാവും മിക്ക സമയത്തും. കാലത്ത് എനിക്ക് 9 മണി മുതൽ 1 മണി വരെയോ, അത് കഴിഞ്ഞ് പിന്നെ 3 മണി മുതൽ 7 മണി വരെയൊക്കെ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ അച്ഛന്മാരുണ്ടാകും. വളരെ സമാധാനപൂർണമായ അന്തരീക്ഷം. ഇന്ന് കുമ്പസാരിക്കാമെന്ന് കരുതി അവിടെ പോയി നല്ല ഒരു കുമ്പസാരമൊക്കെ നടത്തി. ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധ കുർബാന അവിടെ ഉണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എനിക്ക് പ്രയോജനകരമായ ഒരു സാക്രമെൻറ്റ്, അതൊരു കൂദാശ, അത് കൺഫെഷനാണ്. പക്ഷെ ഇന്ന് പലരും പറയുന്നു, ഞാൻ എന്തിന് കുമ്പസാരിക്കണം, എന്തിന് വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് എൻ്റെ പാപങ്ങൾ ഏറ്റു പറയണം. ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് കർത്താവിനോട് പറഞ്ഞാൽ പോരെ. പിന്നെയുള്ളൊരിത്, ഇതൊക്കെ പാപമാണോ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഫോർ എക്സാമ്പിൾ, പരദൂഷണം. ഇതൊക്കെ കുറച്ചെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് സംസാരിക്കാൻ വേറെ എന്ത് ടോപ്പിക്കാണുള്ളത് എന്നായിരിക്കും മറുചോദ്യം. നമ്മൾ വേറെ എന്ത് സംസാരിക്കും? ഒരു കല്യാണത്തിന് പോയി വന്നു, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? മോശമായിരുന്നു, അപ്പോൾ അത് പരദൂഷണമായില്ല. വേറൊരാളെ കുറിച്ച് കമന്റ് പറഞ്ഞു, അപ്പോൾ അത് പരദൂഷണമായി. ഇതല്ലാതെ നമ്മൾ എന്താണ് പറയുന്നതെന്നായിരിക്കും ചിലപ്പോൾ മറുചോദ്യം വരുന്നത്. അനദർ എക്സാമ്പിൾ, മാസ്റ്റർബേഷൻ. ഇതൊക്കെ മനുഷ്യർ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നതല്ലേ? ഇതൊക്കെ അത്ര വലിയ പാപമാണോ? ലൂസിങ് വെർജിനിറ്റി, കന്യകാത്വം കല്യാണത്തിന് മുമ്പേ നഷ്ടപ്പെടുന്നത്, അതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും വെർജിനായിട്ടൊക്കെ ഉണ്ടാവുമോ? പോർണോഗ്രഫി, ഇന്നത്തെ കാലത്ത് ആരാണത് കാണാതെ ഉള്ളത്? എല്ലാവരും കാണുന്ന കാര്യമല്ല, അതൊരു വലിയ പാപമാണോ? ആഭരണങ്ങളുള്ള അമിതമായ അഭിനിവേശം, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? പുതിയ ഡ്രസ്സ് എടുക്കുന്നു, പുതിയ വില കൂടിയ വാച്ചുകൾ വാങ്ങിക്കുന്നു, സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് സെറ്റ്, ഇതൊക്കെ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണ്.
ചെയ്യാവുന്ന നന്മ ചെയ്യാതിരിക്കൽ. ചെയ്യാവുന്ന നന്മയെന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫുൾ കപ്പാസിറ്റിയിലുള്ള നമ്മൾ നന്മ ചെയ്യുന്നുണ്ടോ? അതോ നെയിം സേക്ക് ഇങ്ങനെ അപ്പം കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യനായി. അപ്പോൾ ഈ പാപത്തിനെ ന്യായീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പാപത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ബിഷപ്പ് ആ, ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ ഈ ബിഷപ്പിൻ്റെ ഫുൾട്ടൺ ജേഷീൻ്റെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കുറേ നാൾ മുമ്പ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകാതിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കുന്നു. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ബിഷപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ഇപ്പോൾ പള്ളിയിലൊക്കെ അതായത് ഇപ്പോൾ തിയോളജിയൻസ് അല്ലെങ്കിൽ കാറ്റഗിസത്തിലൊക്കെ ഇപ്പം ഇതൊക്കെ പാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, സ്വവർഗരതി ഓക്കെ, സ്വവർഗ കല്യാണം ഓക്കെ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. മാസ്റ്റർബേഷൻ ഓക്കെ എന്നൊക്കെ, അല്ലെങ്കിൽ ആളെ കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പോൾ അവർ ഇതൊക്കെ ഓക്കെ ആക്കി, ചർച്ചും കാര്യങ്ങളൊക്കെ ഇത് ഓക്കെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും അത് ലോയേഴ്സ് ഏറ്റുപിടിച്ചു. ഇതൊക്കെ ചെയ്താൽ അത് ക്രൈമാണെന്നുള്ള രീതിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈക്കോളജിസ്റ്റ് അത് ഏറ്റുപിടിച്ചു. ഇതൊക്കെ ഒരുതരം കോംപ്ലക്സുകളാണ്. പാപത്തെ ഒരു വിധത്തിൽ നിസ്സാര നിസ്സാരവൽക്കരിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബിഷപ്പ് പറയുന്നത്, ഈ കൺഫെഷൻ ഈസ് ദ ന്യൂഡിറ്റി ഓഫ് ദ സോൾ. ആത്മാവിൻ്റെ നഗ്നതയാണ് കൺഫെഷൻ. അപ്പോൾ നമ്മുടെ തന്നെ നഗ്നത നമുക്ക് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഒരു ഫുൾ സൈസ് മിററിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നഗ്നത നമുക്ക് ശരിക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ നഗ്നത, ഫിസിക്കൽ നഗ്നത നമ്മൾ കാണുമ്പോൾ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ പോരായ്മകൾ നമുക്കുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിചാരം നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡിയും ഒക്കെയാണ്, നമ്മൾ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും എന്നൊക്കെയാണ് ചിന്ത. പക്ഷേ നഗ്നനായിട്ട് ഒരു പൂർണ്ണ പ്രതിമയുടെ മുമ്പിൽ നിന്ന്, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിവരം മനസ്സിലാവും. അപ്പോൾ അതുപോലെയുള്ള ആത്മാവിൻ്റെ ഒരു നഗ്നത പ്രദർശനം അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കൽ ആണ് കുംഭസാരം എന്നാണ് ഈ ബിഷപ്പ് ഫുൾട്ടൺ പറയുന്നത്. അതിമനോഹരമായ സംഘമാണ് പുള്ളി. ശബ്ദം അടിപൊളി, നല്ല നല്ല ഇമ്പാക്റ്റുള്ള പ്രസംഗങ്ങൾ. ആത്മാവിൻ്റെ നഗ്നതയാണ് കൺഫെഷൻ. പിന്നെ പറയുന്നത് അത് എത്തിക്കൽ ന്യൂഡിറ്റി എന്നൊക്കെ, അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ വി കാൻ റിസീവ് ദ മേഴ്സി ഓഫ് ഗോഡ് വിത്തൗട്ട് റെക്കഗ്നൈസിങ് ദാറ്റ് വി ആർ സിന്നേഴ്സ്. നമ്മൾ പാപികളാണെന്ന് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മിൽ വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഇല്ല. പാപികളെ തേടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മൾ അംഗീകരിക്കാതെ കർത്താവിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. പിന്നെ അതുപോലെ തന്നെ
we can cover up our want of individual justice by social justice. നമ്മുടെ ഉള്ളിലെ കുറവുകൾ പരിഹരിക്കാതെ നമുക്ക് സമൂഹത്തിലെ കുറവുകളൊക്കെ പരിഹരിച്ച് നടക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലെ കുറവുകൾക്ക് അത് പരിഹാരമല്ല. സ്വന്തം ആത്മാവിനെ രക്ഷിക്കാതെ, സ്വന്തം കണ്ണുകളിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റാതെ, ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ നടക്കുന്നത് പോലെയാണ് അത്. അപ്പോൾ ഒരു നല്ല കുമ്പസാരം ഇതിനൊക്കെയുള്ള ഒരു 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 സൊല്യൂഷനാണ്. പിന്നെ ബിഷപ്പ് പറയുന്നു, സിൻ ഈസ് നോട്ട് ദ വേഴ്സ്റ്റ് തിങ് ഇൻ ദ വേൾഡ്, ദ വേഴ്സ്റ്റ് തിങ് ഈസ് ദി ഡിനയൽ ഓഫ് സിൻ. പാപമല്ല ഈ ലോകത്തിലെ ഏറ്റവും മാരകമായ വസ്തു. പാപം പാപിയല്ലെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവനാണ്, അവനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കൃപ അവനിൽ അവനിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ if you have never sinned, you can never call Jesus a savior. അതായത് നമ്മൾ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു രക്ഷകന്റെ ആവശ്യമില്ല. അപ്പോൾ ഒരിക്കലും പാപം ചെയ്തെന്ന് വ്യാജമായി അഭിമാനിച്ച് നടക്കുന്നവന് ഒരിക്കലും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനോ രക്ഷയ്ക്കായി വിളിക്കാനോ സാധിക്കുകയില്ല എന്നും ബിഷപ്പ് കൂട്ടിച്ചേർക്കും. അതിമനോഹരമായ യൂട്യൂബിലുണ്ട്, ബിഷപ്പിൻ്റെ ഇഷ്ടംപോലെ റെക്കോർഡിങ്സ് ഉണ്ട്. ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈസ്റ്ററൊക്കെയാണ്, ക്രിസ്മസ് ഒക്കെ വരുന്നു. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ ലൗകികമായ ആഘോഷങ്ങൾ, ഒന്നാമത് ഇതെല്ലാം ഡിനൈ ചെയ്യാം. എന്ത് ക്രിസ്മസ്, എല്ലാ ദിവസവും ക്രിസ്മസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു കാഴ്ചക്കാരനായി ഈ ക്രിസ്മസ് എന്ന ഒരു അവസരവും നമുക്ക് നഷ്ടപ്പെടുത്താം. രണ്ടാമത്തെ, വേണമെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ലൗകികമായ ക്രിസ്മസിൻ്റെ ഭംഗികളിൽ മാത്രം ആസ്വദിച്ച് നമുക്ക് അത് വിട്ടുകളയാം. നല്ല പുൽക്കൂടുണ്ടാക്കാം, നല്ല നക്ഷത്രമിടാം, നല്ല സദ്യ ഒരുക്കാം, അങ്ങനെ ആഘോഷങ്ങളിൽ നമുക്ക് തിമിർക്കാം. മൂന്നാമത്തെ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീഷ്ണതയോടെ, വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ആത്മാവിൻ്റെ നഗ്നതയിലേക്ക് ഒരു ആധ്യാത്മികമായി ഒരു നഗ്നനായി നിന്നുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ തെറ്റുകളിലേക്ക്, നമ്മുടെ പാപങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ആത്മാർത്ഥമായി നമുക്ക്, വളരെ എളിമപ്പെട്ട് ആത്മാർത്ഥമായി നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, അവയെക്കുറിച്ച് പശ്ചാത്തപിക്കാം, ഒരു നല്ല കുമ്പസാരം നടത്താം. മറക്കരുത്, അത് ആത്മാവിൻ്റെ സ്നാനമാണ്, ആത്മാവിൻ്റെ നഗ്നതയാണ്. നല്ല എളിമ വേണം. ഞാൻ എന്തിനു കുമ്പസാരിക്കണമെന്നൊക്കെ പറയുന്നവൻ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഐ ആം പെർഫെക്റ്റ് എന്നാണ്. അവനിൽ ദൈവകൃപ വസിക്കുകയില്ല. അപ്പോൾ ഒന്ന് എളിമപ്പെട്ട് ഈ അവസരം കുറച്ചും കൂടി ഒരു മെച്ചുവേർഡായിട്ട് ആധ്യാത്മികമായി ഒരു ഉയർന്ന നിലയിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. യെശയ്യ 1:18 കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ, നമുക്ക്
രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് തിരികെ പോകാം. നമ്മുടെ പാപങ്ങളുടെ നിറം എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം വെളുപ്പിക്കുവാൻ പ്രാപ്തനാണ് നമ്മുടെ കരുണാമയനായ ദൈവം. അപ്പോൾ അന്ധകാരം മാറി വെളിച്ചം വരുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ തൂവെണ്മയുള്ളതായിരിക്കട്ടെ, അവ പ്രഭ ചൊരിയട്ടെ. പ്രകാരം ക്രിസ്തുവിന് പ്രിയങ്കരമായ ഒരു ക്രിസ്മസ് ആഘോഷമായിരിക്കട്ടെ ഇത്തവണത്തെ ക്രിസ്മസ്. അത് കഴിഞ്ഞ് അടുത്ത വരും കാലങ്ങളിലും ആ വെണ്മയുള്ള ആ കുപ്പായത്തിൽ ചെളി പരളാതെ നമുക്ക് കാത്ത് ജാഗരൂകരായി നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാവർക്കും ഒരു നല്ല കുമ്പസാരം നടത്തുവാനുള്ള ഒരു തുറവി ഉണ്ടാകട്ടെ ഒരവസരവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സർവേശ്വരനോട് ക്രിസ്തു പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരു വട്ടം കൂടി ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.